നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കണമെന്ന കെ സുധാകരൻ്റെ കടുംപിടുത്തം കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നു. അനുനയിപ്പിക്കാൻ പാർട്ടിയുടെ ദേശീയ നേതൃത്വം നടത്തുന്ന നീക്കങ്ങൾക്ക് അദ്ദേഹം വഴങ്ങുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ. പ്രശ്നപരിഹാരത്തിന് രാഹുൽ ഗാന്ധി തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചെങ്കിലും സുധാകരൻ പോകുമോ എന്ന് ഉറപ്പില്ല. പോകാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. കണ്ണൂരിൽ മത്സരിക്കുമെന്ന് നേരത്തെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ എംപിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനം സുധാകരനെ ചൊടിപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധി വിളിച്ചെങ്കിലും മത്സരിക്കാൻ അനുമതി കിട്ടിയേക്കില്ലെന്ന വിലയിരുത്തലാണ് യാത്ര ഒഴിവാക്കാൻ സുധാകരനെ പ്രേരിപ്പിക്കുന്നത്. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സുധാകരൻ. അത് വ്യക്തമാക്കും വിധത്തിൽ കഴിഞ്ഞ ദിവസം കണ്ണൂരുമായുള്ള വൈകാരിക ബന്ധം വ്യക്തമാക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പും അദ്ദേഹം പങ്കുവച്ചിരുന്നു. കണ്ണൂർ ജില്ലയിൽ CPM-ലുണ്ടായ വിമത പ്രശ്നങ്ങളും തളിപ്പറമ്പ് പേരാവൂർ സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി മുതലാക്കാൻ കഴിയുമെന്നായിരുന്നു കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ ആ പ്രതീക്ഷകളാണ് സുധാകരൻ്റെ വിവാദത്തോടെ മങ്ങിയത്. മുൻ KPCC പ്രസിഡന്റും മുതിർന്ന നേതാവുമായ കെ സുധാകരൻ തന്നെ വിമത ഭീഷണി ഉയർത്തിയത് കോൺഗ്രസിന് തിരിച്ചടിയായിട്ടുണ്ട്. ഇനി ഇന്നത്തെ ദേശീയ വാർത്തയിലേക്ക്. അമേരിക്കയും ഇസ്രായേലും തങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണങ്ങളെ ബ്രിക്സ് അപലപിക്കണമെന്ന് ഇറാൻ. അതിന് അധ്യക്ഷ സ്ഥാനത്തുള്ള ഇന്ത്യ നേതൃത്വം നൽകണമെന്നും ബ്രിക്സിലെ അംഗമായ ഇറാനിലെ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും ഒരു ആഗോള ശക്തി എന്ന നിലയിൽ ഇന്ത്യ ഇതിൽ മൗനം പാലിക്കരുതെന്നുമാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഗ്ലോബൽ സൗത്തിൻ്റെ ശബ്ദമായി മാറാൻ ശ്രമിക്കുന്ന ഇന്ത്യക്ക് പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളിൽ വലിയ പങ്കുവഹിക്കാൻ കഴിയുമെന്നാണ് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് ബ്രിക്സ് പോലുള്ള വലിയൊരു കൂട്ടായ്മയുടെ അധ്യക്ഷ പദവിയിലിരിക്കുമ്പോൾ ഇന്ത്യയുടെ ഓരോ വാക്കും ലോകം ശ്രദ്ധിക്കും. നേരത്തെ കൂട്ടായ്മയിലെ അംഗങ്ങളായ റഷ്യയും ചൈനയും ഇറാനെതിരായ ആക്രമണങ്ങളെ അപലപിച്ചിരുന്നു. നയതന്ത്ര തലത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പരീക്ഷണമാണ്. ഒരു വശത്ത് തന്ത്രപരമായ പങ്കാളിയായ ഇസ്രായേലും അമേരിക്കയും, മറുവശത്ത് ഊർജ്ജ മേഖലയിലും ചബഹാർ തുറമുഖമടക്കം തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിലും ഇന്ത്യക്ക് നിർണായകമായ ഇറാൻ. ഈ രണ്ട് ധ്രുവങ്ങൾക്കിടയിൽ ഒരു സമതുലിതമായ നിലപാട് സ്വീകരിക്കുക എന്നത് ഇന്ത്യയുടെ വിദേശ നയത്തിന് വലിയ വെല്ലുവിളിയാണ്. ഭീകരതയും ആക്രമണങ്ങളെയും എതിർക്കുമ്പോഴും ഒരു പക്ഷം പിടിക്കാതെ സമാധാനത്തിന് മുൻതൂക്കം നൽകാനാണ് ഇന്ത്യ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത്. എങ്കിലും പലപ്പോഴും അത് അമേരിക്കൻ ഇസ്രായേൽ ചേരിയോട് ചേർന്ന് നിൽക്കുന്നുവെന്ന വിമർശനമുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഇറാൻ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗമായത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ നേരിടുന്ന ഇറാൻ ബ്രിക്സ് വേദിയെ തങ്ങളുടെ രാഷ്ട്രീയ സംരക്ഷണ കവചമായാണ് കാണുന്നത്. ഇതിനോട് ചൈനയും റഷ്യയും എങ്ങനെ പ്രതികരിക്കും എന്നതും ഇന്ത്യയുടെ നിലപാടിനെ സ്വാധീനിക്കും. യുദ്ധം ആർക്കും ഗുണകരമല്ലെന്നും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ഇറാൻ്റെ ഈ ആവശ്യം ഇന്ത്യയും ആശയക്കുഴപ്പത്തിലാക്കുമെന്ന് തീർച്ച. ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങളായ അമേരിക്കയും ഇസ്രായേലിനെയും തള്ളിപ്പറയുക ഇന്ത്യക്ക് അത്ര എളുപ്പമാകില്ല. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. ലോകം ഭീതിയോടെ നോക്കി നിൽക്കെ പശ്ചിമേഷ്യയിൽ മറ്റൊരു മഹാദുരന്തത്തിന് കളമൊരുങ്ങുകയാണോ? ഇറാൻ യുദ്ധത്തിന് സമാന്തരമായി ലബനനിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണ്. സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമണങ്ങളിൽ ലക്ഷ്യമിടപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഗസയിൽ കണ്ടതിന് സമാനമായ വിനാശം ലബനനിലും ആവർത്തിക്കുമെന്ന ഇസ്രായേലിൻ്റെ പുതിയ മുന്നറിയിപ്പ് ആഗോളതലത്തിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. വെള്ളിയാഴ്ച ലബനനിലെ ഒരു പ്രധാന പാലം ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ പൂർണ്ണമായും തകർത്തിരുന്നു. ഹിസ്ബുള്ളയുടെ വിതരണ ശൃംഖലകൾ തടയുക എന്ന ലക്ഷ്യത്തോടൊപ്പം സാധാരണക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കി രാജ്യത്തെ സ്തംഭിപ്പിക്കുക എന്ന തന്ത്രം കൂടിയാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിലൂടെ ലബനൻ്റെ സമ്പദ് വ്യവസ്ഥയെയും ജനജീവിതത്തെയും മുട്ടുകുത്തിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നാണ് വിമർശനം. ഇതിനേക്കാളും ആശങ്കയുണ്ടാക്കുന്നത് ഇസ്രായേലിൻ്റെ പ്രതികരണമാണ്. ഗസയ്ക്ക് സമാനമാകും ലബനൻ്റെ സ്ഥിതിയെന്നാണ് ഇസ്രായേൽ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഗാസ സ്കെയിൽ ഡിവാസ്റ്റേഷൻ, അതായത് ഒരു പ്രദേശം മുഴുവൻ ബോംബിട്ട് തകർക്കുന്ന രീതിയാണ് ഇസ്രായേൽ അവലംബിക്കുന്നത്. ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഈ നിലപാട് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു സർവ്വസജ്ജമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണിത്. നിലവിൽ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന രാജ്യമാണ് ലബനൻ. ഈ യുദ്ധം കൂടി വരുന്നതോടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെടുകയും പലായനം ചെയ്യേണ്ടി വരികയും ചെയ്യും. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ഈ പോരാട്ടം ഒരു പ്രാദേശിക യുദ്ധമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇറാനും മറ്റ് അയൽരാജ്യങ്ങളും ഇതിൽ ഇടപെടുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കും. ലോകരാജ്യങ്ങൾ എത്രത്തോളം ഫലപ്രദമായി ഈ വിഷയത്തിൽ ഇടപെടും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്.
സമാധാനം എന്നത് മധ്യേഷ്യയിൽ ഒരു സ്വപ്നമായി മാറുകയാണ്. യുദ്ധം ആർക്കും ഒന്നിനും ശാശ്വതമായ പരിഹാരം നൽകുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കപ്പെടുന്നത് കൂടുതൽ ആശങ്കാജനകമാണ്.